ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പത്തിനൊക്കെ കൂട്ടാൻ പറ്റിയ നല്ല ക്രീമി ആയിട്ടുള്ള മുട്ടക്കറിയാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അതിനായിട്ട് ഞാൻ ആദ്യം മുട്ട പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്. 3 പച്ചമുളക് ഇതുപോലെ നീളത്തിൽ അരിഞ്ഞത്, 1.5 തക്കാളി, പിന്നെ ഒരു വലിയ ഉള്ളിയും ചെറിയൊരു ഉള്ളിയും കൂടി ഞാനിത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായിട്ട് ഞാൻ ഫസ്റ്റ് ഒരു പാത്രം എടുത്ത് അടുപ്പത്ത് വെച്ചു. അത് ചൂടായി വന്നതിന് ശേഷം ഞാൻ അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്തു. അതിനുശേഷം ഞാനിവിടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർക്കുന്നത്. ഇത് ഞാൻ വീട്ടിൽ ഉണ്ടാക്കിയതാണ്. ഇത് ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിന് ഉപയോഗിക്കാം. അങ്ങനെ ഞാനിത് ചൂടായതിന് ശേഷം അത് ചേർത്തു. അത് നന്നായി ഒന്ന് ഇളക്കി അതൊന്ന് ചൂടായി വന്ന് അതിൻ്റെ പച്ചമണം പോയതിന് ശേഷം നമുക്കിതിലേക്ക് ബാക്കിയുള്ള ഉള്ളിയും പച്ചമുളകും ചേർക്കാവുന്നതാണ്. അപ്പോൾ ഉള്ളി ഇവിടെ നന്നായിട്ട് വഴണ്ട് വരാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് അടച്ചു വെക്കാം. അങ്ങനെ ഉള്ളി നന്നായിട്ട് വഴണ്ട് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് തക്കാളി ചേർക്കാവുന്നതാണ്. തക്കാളി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം തക്കാളി ഒന്ന് ഉടച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് അടച്ചു വെച്ച് തക്കാളി നല്ലോണം വെന്ത് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ തക്കാളി നന്നായിട്ട് വെന്ത് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ചിക്കൻ മസാല, കുറച്ച് ഉപ്പ് കൂടി ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുന്നുണ്ട്. ഈ പൊടികളെയൊക്കെ പച്ചമണം മാറുന്നത് വരെ നമുക്കിങ്ങനെ വഴറ്റി കൊടുക്കാം. അതിനുശേഷം കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് നമുക്കിതൊന്നുകൂടി അടച്ചു വെച്ച് കൊടുക്കാം. പിന്നീട് നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് വേണം. ഇതൊരു കൈപ്പിടി അത്രയും ഇല്ല, ഒരു 10-15 ഉണ്ടാവും. അത് ഞാൻ 2 പീസാക്കി ഇട്ടതാണ്. അത് നമുക്കൊന്ന് മിക്സിയിലിട്ട് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം. കുറച്ച് വെള്ളവും കൂടി ചേർത്ത് നമുക്കിത് നന്നായി അരച്ചെടുക്കാം. അപ്പോൾ ഇതാ അരച്ചെടുത്തതിന് ശേഷം നമുക്കൊന്ന് ഉള്ളിയും തക്കാളിയുടെ പേസ്റ്റ് ഒന്ന് തുറന്ന് നോക്കാം. ഇതിവിടെ നന്നായിട്ട് മസാല ഉള്ളിയും തക്കാളിയും നന്നായി പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അരച്ചു വെച്ചിരിക്കുന്ന ഈ കാഷ്യൂയുടെ പേസ്റ്റ് നമുക്കിതിലേക്ക് ചേർക്കാവുന്നതാണ്. കൂട്ടത്തിൽ കുറച്ച് വെള്ളം, ചൂടുവെള്ളമായിരിക്കണം ചേർക്കുന്നത്. വെള്ളവും കൂടി ചേർക്കാം. അപ്പോൾ അധികം ടൈറ്റ് ആകാതെ സൂക്ഷിക്കണം, കാരണം കാഷ്യൂ ആയതുകൊണ്ട് വേഗം തന്നെ ഇത് ടൈറ്റ് ആവും കറി. അപ്പോൾ നമുക്ക് ആവശ്യത്തിൽ വെള്ളം നന്നായി ചേർത്ത് ഈ മിക്സിലേക്ക് നന്നായി ഇളക്കി ചേർക്കാവുന്നതാണ്. നമ്മൾ ഇതിൽ എപ്പോഴും വെള്ളം ചേർക്കുമ്പോൾ കുറച്ചായിട്ട് വേണം ആഡ് ചെയ്ത് കൊടുക്കാൻ. അതുപോലെ ഈ മസാലയും ഈ വെള്ളവും കൂടി നന്നായിട്ട് യോജിക്കണം. അപ്പോൾ ഇതാ ഞാനിവിടെ നന്നായി നമ്മുടെ ഉള്ളിയുടെ മസാലയും കാഷ്യൂയുടെ പേസ്റ്റും കൂടി നന്നായി യോജിപ്പിച്ചിട്ടുണ്ട്. ഇപ്പം നമുക്ക് ഇതിലേക്ക് ഉപ്പോ എരിവോ എന്താ വേണ്ടതെന്ന് വെച്ചാൽ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ടയുടെ തോട് മുഴുവനും ക്ലീൻ ചെയ്തിട്ട് നമുക്ക് മുട്ടയ്ക്ക് കുറച്ച് വരയിട്ട് കൊടുക്കാം. അപ്പോൾ അത് നമ്മുടെ കറിയുടെ മസാല മുട്ടയുടെ ഉള്ളിലേക്ക് ഇറങ്ങുന്നതിന് സഹായിക്കും. അതല്ലെങ്കിൽ നിങ്ങൾക്ക് 2 പീസായിട്ട് മുട്ടയെ 2 പീസാക്കിയിട്ട് വേണ്ടെങ്കിലും കറിയിലേക്ക് ഇടാം. അങ്ങനെ ഇതായി 4 മുട്ടയും നമ്മൾ കറിയിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി കറിയും മുട്ടയും കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് അടച്ചു വെക്കാം. പിന്നീട് കുറച്ച് സമയം കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ കറി നന്നായി ടൈറ്റായിട്ടുണ്ടാവും. അപ്പോൾ കറി നന്നായി ടൈറ്റായിട്ടുണ്ടെങ്കിൽ നമുക്ക് ചൂടുവെള്ളം ചേർക്കാവുന്നതാണ്. ഒരിക്കലും തണുത്ത വെള്ളം ചേർക്കാതിരിക്കുക. എന്നിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം കുറച്ച് കരിവേപ്പിലയും മല്ലിച്ചപ്പും ഇതുപോലെ കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഇപ്പോഴും നമ്മൾ എരിവ് നോക്കണം, കാരണം കാഷ്യൂ ഇട്ട് അരച്ച് ചേർത്തതുകൊണ്ട് എരിവ് കുറയാൻ സാധ്യതയുണ്ട്. ഇവിടെ നന്നായി കറി തിളച്ച് വരുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കാം. അതിനുശേഷം നന്നായി ഇളക്കി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും എരിവും ഒക്കെ ഉണ്ടോയെന്ന് ഒന്നുകൂടി നോക്കാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള അപ്പത്തിനും നൂൽപുട്ടിനും ഒക്കെ കൂട്ടാൻ പറ്റിയിട്ടുള്ള മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ മുട്ടക്കറി ഒരേ രീതിയിൽ വെച്ച് ശീലിച്ചവരാണെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എപ്പോഴും ഞാൻ പറയുന്നത് പോലെ കമൻറ്റിലൂടെ അറിയിക്കാവുന്നതാണ്.